നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ലൈപ്സിഗ് ഹാളെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി. ഉക്രൈൻ ചരക്ക് വിമാനങ്ങൾക്ക് സമീപം സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഡ്രോൺ സുരക്ഷാ സേന കണ്ടെത്തി. സംഭവം വൻ അട്ടിമറി ശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിമാനത്താവളത്തിലെ റൺവേക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രോൺ കണ്ടെത്തിയത്. 4 ഉക്രൈനിയൻ അന്റോണോവ് ചരക്ക് വിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന സ്ഥലത്താണ് ഡ്രോൺ കിടന്നിരുന്നത്. പരിശോധനയിൽ ഡ്രോണിൽ ഘടിപ്പിച്ച പാക്കറ്റിൽ പെട്രോളും വളവും ചേർന്നുള്ള സ്ഫോടക വസ്തുക്കളാണെന്ന് വ്യക്തമായി. ഫ്യൂസ് സാങ്കേതിക തകരാർ മൂലം തകർന്നതിനാലാണ് വൻ സ്ഫോടനം ഒഴിവായത്. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് ഫ്യൂസ് നിർവീര്യമാക്കി. ഹൈബ്രിഡ് ആക്രമണ ഭീഷണിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യം ഇപ്പോൾ കടുത്ത ഹൈബ്രിഡ് ആക്രമണ ഭീഷണിയിലാണ് കടന്നുപോകുന്നതെന്നാണ് ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ പ്രഖ്യാപിച്ചത്. ഇറ്റലിയിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയ മന്ത്രി സംഭവത്തെ തുടർന്ന് തിരിച്ചെത്തുകയും ചെയ്തു. പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്ന് മന്ത്രി വ്യക്തമാക്കി. വിമാനത്താവളത്തിലെ നിലവിലുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കാൻ തക്കവണ്ണം അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടായിരിക്കാമെന്നും ജർമ്മനിയിൽ ഭീതി വിതയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. സംഭവത്തിന്റെ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം എയർപോർട്ടിലേക്ക് വന്നിരുന്ന DHL കാർഗോ വിമാനത്തിൽ മറ്റൊരു ഡ്രോൺ ഇടിച്ചതായും റിപ്പോർട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാനത്താവളത്തിലെ സർവീസുകൾ ബുധനാഴ്ച രാവിലെയോടെ സാധാരണ നിലയിൽ ആവുകയും ചെയ്തു. എന്തായാലും സംഭവം ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രവാസി മലയാളി മനസ്സിന് നാടൻ തന്മയുടെ കുളിരേകി നമസ്തേ ജർമ്മനി മലയാളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പൂക്കി ഓണം ഗ്രാൻഡ് ഓണം സെലിബ്രേഷൻസ് ഓഗസ്റ്റ് 15 ശനിയാഴ്ച എന്നപ്പറ്റാലിൽ അരങ്ങേറും. ജർമ്മൻ പാർലമെന്റ് അംഗം ടീജൻ അറ്റയഗ്ലു ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. എന്നപ്പറ്റാൽ ഗാസ് സ്ട്രാസയിൽ 10-ലുള്ള പ്രൗഢഗംഭീരമായ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിയോടെ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. പാരമ്പര്യ തനിമയും ആധുനികതയും സമന്വയിക്കുന്ന വേറിട്ട കലാ സാംസ്കാരിക വിരുന്നാണ് ഇക്കുറി സംഘാടകർ പ്രവാസി മലയാളികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഘോഷത്തിലെ പ്രധാന ഇനങ്ങളെപ്പറ്റി ആഘോഷത്തിലെ പ്രധാന ആകർഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 25 ഇനങ്ങളോടെ വിഭവസമൃദ്ധമായ ഓണസദ്യ, അതും നാവിൽ കൊതിയൂറുന്ന 25ഓളം വിഭവങ്ങളുമായി പരമ്പരാഗത തനിമ ചോരാതെയുള്ള ഗംഭീര സദ്യയാണ് ഒരുക്കുന്നത്. ആവേശകരമായ വടംവലി മത്സരത്തിൽ കരുത്തും തന്ത്രവും മാറ്റുരയ്ക്കുന്ന പ്രവാസി മലയാളികളുടെ ആവേശം വാനോളം ഉയർത്തുന്ന വടംവലി പോരാട്ടം നടക്കും. മലയാളി മംഗ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. മലയാളിത്വവും സാംസ്കാരിക തനിമയും വ്യക്തിത്വവും വിളിച്ചോതുന്ന സുന്ദരമായ മത്സരവേദിയായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. സാംസ്കാരിക പ്രകടനങ്ങളും സംഗീത വിരുന്നും നാടൻ കലാസന്ധികളും മനം കവരുന്ന സംഗീത നൃത്ത പരിപാടികളും ആഘോഷത്തിന് കൊഴുപ്പേകും. കിഡ്സ് ആക്ടിവിറ്റീസും ഫൺ ഗെയിംസും ഉണ്ടായിരിക്കും. കുട്ടികൾക്കായി വൈവിധ്യമാർന്ന വിനോദ പരിപാടികളാണ് ഒപ്പം മത്സരങ്ങളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്യുഗ്രൻ DJ പാർട്ടി ആഘോഷങ്ങൾക്ക് ഒഴുപ്പേകും. യുവത്വത്തെ ഇളക്കിമറിക്കാൻ താളനിബദ്ധമായ മ്യൂസിക് DJ നൈറ്റ് ആണ് ഒരുക്കിയിട്ടുള്ളത്. സമയം മിടിക്കുകയാണ്. പ്രവാസി മലയാളികൾക്ക് നാട്ടിലെ ഓണാന്തരീക്ഷം പുനഃസൃഷ്ടിക്കുന്ന ഈ അത്യുന്നത ഓണാഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ എല്ലാ മലയാളി കുടുംബങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതായി നമസ്തേ ജർമ്മനി ഭാരവാഹികൾ അറിയിച്ചു. അതുകൊണ്ട് എത്രയും തന്നെ നിങ്ങളുടെ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ടിക്കറ്റുകൾ വാങ്ങിക്കുക. ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മല്ലൂസ് ക്രിക്കറ്റ് ക്ലബ് ഗോട്ടിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമാകും. ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി സ്പോർട്സ് സെന്റർ ഗോട്ടിങ്ങിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ജർമ്മനിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ, അതായത് MCC ഗോട്ടിങ്ങൻ, GNCC, NSCA ഹാംബുർഗ്, NCT ഗീസൻ തുടങ്ങിയ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. വിജയികൾക്കും റണ്ണേഴ്സ് അപ്പിനും ആകർഷകമായ ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനമായി നൽകും. പരസ്പര സൗഹൃദവും കായികക്ഷമതയും വളർത്തുന്നതിനൊപ്പം മലയാളികളുടെ കൂട്ടായ്മയും ആഘോഷമാക്കാൻ ലക്ഷ്യമിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വാശിയേറിയ മത്സരങ്ങൾ കാണാനും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും സുഹൃത്തുക്കളെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. നീഡർ സാക്സൺ സംസ്ഥാനത്തിലെ യൂണിവേഴ്സിറ്റി നഗരമാണ് ഗോട്ടിങ്ങൻ. ടൂർണമെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ജോവിൻ ജോൺ 01785918623 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജർമ്മനിയിലെ എർലാങ്ങൻ നഗരസഭയുടെ ഉപദേശക സമിതിയായ ഔസ്ലാൻഡർ ഫൂണ്ട് ഇന്റഗ്രേഷൻസ് ബൈറാത്തിലേക്ക് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീയ മയ്യർ തിരഞ്ഞെടുക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജർമ്മനിയിൽ എത്തുന്നവർക്ക് നഗര ഭരണകൂടവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന ഔദ്യോഗിക സമിതിയാണിത്. വോട്ടവകാശമില്ലാത്ത വിദേശികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ഇൻഷുറൻസ് ഇടപാടുകൾ, പൗരസേവനം, ഭാഷാ സാംസ്കാരിക വിനിമയം, സാമൂഹ്യ പങ്കാളിത്തം തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളിൽ നഗരസഭയുടെയും മേയറുടെയും ശ്രദ്ധയും പരിഹാരവും ഉറപ്പാക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം. സമിതിയിലെ 11 സീറ്റുകളിൽ ഏഷ്യൻ മേഖലയിൽ നിന്നാണ് ശ്രീറാം ജയിച്ചത്. 23 വർഷമായി ജർമ്മനിയിലുള്ള ശ്രീറാം മെഡിക്കൽ ടെക്നോളജി രംഗത്ത് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ്. പോർട്ട് സ്വദേശികളായ ഡോക്ടർ ആർ ഗണേശന്റെയും ഡോക്ടർ രമാലക്ഷ്മിയുടെയും മകനാണ് ശ്രീറാം. ഭാര്യ ഹരിത, മക്കൾ അഭിനവ്, ശങ്കർ. ശ്രീറാമിനെ കൂടാതെ ആശ രമേശ് എന്ന ഇന്ത്യക്കാരിയും നിലവിലെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സമിതിയുടെ കാലാവധി 6 വർഷമാണ്. യൂറോപ്പിൽ കനക്കുന്ന ശക്തമായ വേനൽ ചൂടിൽ ആൽപ്സ് പർവ്വതനിരകളിൽ വൻ ജലക്ഷാമം ഉണ്ടായതായി റിപ്പോർട്ട്. ജർമ്മൻ ആൽപൈൻ ക്ലബിന്റെ അധീനതയിലുള്ള മലനിരകളിലെ വിനോദസഞ്ചാര കുടിലുകൾ കുടിവെള്ളത്തിനായി വലയുകയാണ്. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിയാണ് നിലവിൽ മേഖലയിൽ അനുഭവപ്പെടുന്നത്. സഞ്ചാരികൾക്കും പർവ്വതാരോഹകർക്കും ആശ്രയമായി കുടിലുകളിലെ പ്രധാന നീരുറവുകളെല്ലാം പൂർണ്ണമായും വറ്റി വരേണ്ടതായിട്ടാണ് റിപ്പോർട്ട്. കുളിമുറികളും വാഷ്റൂമുകളും എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ടോയ്ലറ്റുകളിൽ വെള്ളത്തിന് പകരം ഹാൻഡ് സാനിറ്റൈസറുകളും ഡ്രൈ ടോയ്ലറ്റുകളും മൊബൈൽ ടോയ്ലറ്റുകളുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 10 ലക്ഷം യൂറോ ലോട്ടറി അടിച്ച ടിക്കറ്റ് അബദ്ധത്തിൽ ചവറ്റുകുട്ടയിൽ കളഞ്ഞ യുവതിക്ക് രക്ഷകരായത് ശുചീകരണ തൊഴിലാളികളാണ്. ഇറ്റലിയിലാണ് സംഭവം. ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ കടയിലെ മെഷീനിൽ തെളിഞ്ഞത് ലോട്ടറി അടിച്ചില്ല എന്ന കാര്യമാണ്. ഇത് തെറ്റിദ്ധരിച്ച യുവതി തന്റെ ടിക്കറ്റ് കളയുകയും ചെയ്തു. എന്നാൽ ലോട്ടറി അടിച്ച വിവരം പിന്നീടാണ് അറിഞ്ഞത്. കടയിലെത്തിയപ്പോഴേക്കും മാലിന്യ വണ്ടി ടിക്കറ്റുമായി പോയിരുന്നു. തുടർന്ന് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയെ ബന്ധപ്പെടുകയും തൊഴിലാളികൾ ഒരു ദിവസം മുഴുവൻ മാലിന്യങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തി ടിക്കറ്റ് കേടുപാടില്ലാതെ കണ്ടെത്തുകയായിരുന്നു. പൊന്നോണ പുലരിയുടെ മാധുര്യവുമായി ലൂക്കൻ മലയാളികളുടെ ഓണാഘോഷം ഓഗസ്റ്റ് 22-ന് പ്രൗഢഗംഭീരമായി അരങ്ങേറും. നാടിന്റെ നന്മയും പ്രവാസത്തിന്റെ കൂട്ടായ്മയും ഒരുക്കുന്ന ഈ ഓണക്കാലത്ത് ആഘോഷങ്ങളുടെ പുതിയൊരു വസന്തം തീർക്കാൻ ലൂക്കൻ മലയാളി ക്ലബ്ബ് എല്ലാ ഒരുക്കങ്ങളും നടത്തി വരികയാണ്. പ്രസിദ്ധ കലാകാരൻ കലാഭവൻ ദിലീപ് മുഖ്യ അതിഥിയായി എത്തുന്ന ഗംഭീര ഓണാഘോഷത്തിലേക്ക് എല്ലാ ലൂക്കൻ മലയാളികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 9 മണി വരെയാണ് താലയിലെ കിൽനമന ഹാളിൽ പരിപാടികൾ അരങ്ങേറുന്നത്. സ്പൈസസ് വില്ലേജ് ഒരുക്കുന്ന നാവിലൂറും വിഭവസമൃദ്ധമായ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. തുടർന്ന് മാവേലി മന്നിന് വരവേൽപ്പ്, തിരുവാതിരകളി, ഫ്യൂഷൻ ചെണ്ടമേളം, ക്ലാസിക്കൽ രീതിയിലുള്ള ഗ്രൂപ്പ് ആൻഡ് സിനിമാറ്റിക് ഡാൻസുകൾ, മനം കവരുന്ന ഓണപ്പാട്ടുകൾ, വഞ്ചിപ്പാട്ടുകൾ തുടങ്ങിയ ലൂക്കലിലെ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ഹാസ്യഭരിതമായ കോമഡി സ്കിറ്റും പരിപാടികൾക്ക് മേമ്പൊടിയാവും. തമാശയും സംഗീതവും നിറയുന്ന കലാഭവൻ ദിലീപ് ഷോ ആൻഡ് ഗാനമേള ആഘോഷത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും. താളനിബിഡമായ ചുവടുകൾക്ക് ആവേശം പകരാൻ DJ നൈറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം സ്നാക്സും രാത്രിയിലെ ഭക്ഷണവും ക്രമീകരിക്കുന്നുണ്ട്. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന 300 പേർക്കായിരിക്കും പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കായി ലൂക്കൻ ക്ലബ്ബുമായി ബന്ധപ്പെടുക. ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ 2 മണിക്കൂർ, അതും എയർ ഇന്ത്യ വിമാനത്തിൽ, നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർക്ക് പരിക്കുകളും സംഭവിച്ചു. വിമാനം ശക്തമായ കാറ്റിലും കുലുക്കത്തിലും പെട്ടതിനെ തുടർന്നാണ് സംഭവം. കുലുക്കത്തിൽപ്പെട്ട് വിമാനത്തിന്റെ ഉള്ളിലെ സീലിംഗ് തകരുകയും ലഗേജ് ബോക്സുകൾ തകർന്നു വീഴുകയും ചെയ്തതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 137 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്തിന്റെ ഉയരം പെട്ടെന്ന് താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായത്. ഈ സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്ന യാത്രക്കാർ മുകളിലേക്ക് തെറിച്ചു വീഴുകയും തല സീലിംഗിൽ ഇടിച്ച് പരിക്കേൽക്കുകയും ചെയ്തു. 8 യാത്രക്കാർക്കും 4 വിമാന ജീവനക്കാർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ഡൽഹിയിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഹോസ്റ്റസ്മാർ യാത്രക്കാരോട് പരിഭ്രാന്തരായി സീറ്റ് ബെൽറ്റ് ഇടാൻ അലറി വിളിക്കുന്നതും ലഗേജുകൾ നിലത്ത് ചിതറിക്കിടക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങളായി വൈറലാവുകയാണ്. ലണ്ടനിലെ പ്രശസ്തമായ കോവന്റ് ഗാർഡനിൽ 47-കാരിയായ സ്ത്രീ നടത്തിയ ആക്രമണത്തിൽ 4 പുരുഷന്മാർക്ക് കുത്തേറ്റു. 34, 39, 42, 52 വയസ്സുള്ളവർക്കാണ് പരിക്കേറ്റത്. സംഭവ സ്ഥലത്തെത്തിയ ലണ്ടൻ പോലീസ് ഇലക്ട്രിക് ഷോക്കർ ഉപയോഗിച്ചാണ് സ്ത്രീയെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.